വിഷ്ണു ശരിക്കും ഫിലിമിലേക്ക് വരുന്നത് എങ്ങനെയാ? ഞാൻ മിമിക്രിയിൽ യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേറ്റിൽ ഫസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സിബി മലയിൽ സാറിൻ്റെ എൻ്റെ വീട് അപ്പുൻ്റെ എന്ന് പറഞ്ഞ പടത്തിൽ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നിഷാദൊക്കെയാണ് എന്നെ ആദ്യമായിട്ടൊരു സീനിലേക്ക് ഇങ്ങനെ വിളിക്കുന്നത്. ഇത് ഈ ഷോ കണ്ടിട്ടാണോ? പുള്ളിക്ക് അറിയാം ഞങ്ങൾ മിമിക്രി, ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ മൻരാജ് എന്ന് പറഞ്ഞ ഒരു ആക്ടറുണ്ട്. മൻരാജ് ഏട്ടൻ്റെ ട്രൂപ്പിൽ മിമിക്രിയിൽ ഞങ്ങൾ 3-4 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് മൻരാജൻ്റെ അടുത്ത് പുള്ളീനെ കാണാൻ ഈ നിഷാദൊക്കെ വരുമ്പോൾ എന്നെയൊക്കെ കാണുന്നുണ്ട്, ഞങ്ങളവിടെ റിഹേഴ്സൽ ചെയ്യണതുമൊക്കെ. അപ്പോൾ ഈ പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള പടത്തിൽ ഇങ്ങനെ ജയിലിൽ കുറച്ച് ജുവനൈൽ ഹോമിലെ പിള്ളേർ വേണം. അപ്പോൾ അതിലൊരു നല്ല ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോടും ചെല്ലാൻ പറഞ്ഞതാണ്. ഞാൻ ചെന്നപ്പോൾ ആ ക്യാരക്ടറിന് ഓൾറെഡി വേറൊരാളെ എടുത്തു. അപ്പോൾ എന്നോടും പക്ഷെ കൂടെ നിന്നോളാൻ പറഞ്ഞു, എന്തെങ്കിലും ഡയലോഗ് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്നു. എന്നിട്ടൊരു ഡയലോഗ് വന്നപ്പോൾ എനിക്ക് തന്നു, എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സിബി സാറിന് ഇഷ്ടമായി. ഓക്കെ, ടേക്ക് പോവാന്ന് പറഞ്ഞ് ഫസ്റ്റ് ടേക്ക് ഓക്കെ. അപ്പം അന്ന് ഇതാണല്ലോ, ഡിജിറ്റലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ തന്നെ എന്നെ തല്ലണതും ഞാൻ കരയണതൊക്കെ ആയിട്ടുള്ളൊരു ആരാണ് ഇത് മോഷ്ടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ജയിൽ വാർഡൻ TS രാജു ചേട്ടനാ, പുള്ളി ഇങ്ങനെ വഴക്ക് പറയുന്ന ഒരു സീനാണ്. അപ്പോൾ ഞാൻ തല്ലുകൊണ്ട് കരയണ നല്ല ഭീകരമായിട്ട് അലറി വിളിച്ച് കരഞ്ഞ്. അപ്പോൾ ആ ടേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ സിബി മലയിൽ സാർ വന്നിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പോൾ തന്നെ ലൊക്കേഷൻ മൊത്തം കയ്യടിയാ. നല്ലൊരു അപ്രിസിയേഷൻ അല്ലേ? സാറാണല്ലോ നാഷണൽ അവാർഡ് കിട്ടിയ പോലെ. സത്യം. പിന്നെ ആ പടത്തില് ത്രൂ ഔട്ട് എല്ലാ സീനിലും, ആ ജോനയിലുള്ള എല്ലാ സീനിലും എന്നെ ഉൾപ്പെടുത്തി. പിന്നെ വേറെ കുറെ ഡയലോഗ്, കുഞ്ഞിലെ മുതൽ അഭിനയിക്കാനൊക്കെ. പിന്നെ കുഞ്ഞുനാൾ മുതൽ ഇത് തന്നെയായിരുന്നു നമ്മുടെ പ്ലാൻ. എന്തായാലും സിനിമയിലെത്തും. ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫിലൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ എഴുതിയിട്ടുള്ളത് അതായിരുന്നു, നീ എന്തായാലും വലുതാവുമ്പോൾ നടനാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ മാനിഫെസ്റ്റ് ചെയ്ത്. അതെ, എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും നടനാവും എന്നുള്ളത്, എങ്ങനെയും എത്തിപ്പറ്റും എന്നുള്ളത് നിശ്ചയിച്ചത്. കാരണം നമ്മൾ അന്ന് കാണുന്നത് അങ്ങനെയാ, മിമിക്രി ചെയ്ത് മിമിക്രിയിലൂടെ ജയറാമേട്ടൻ, ദിലീപേട്ടൻ, സലിംകുമാർ, കലാഭവൻ ഇവരൊക്കെ സിനിമയിൽ വന്നേക്കണ മിമിക്രിയിലൂടെ. അപ്പം ഞാൻ മിമിക്രിയിൽ നല്ല സ്റ്റാറായിട്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടുന്നു, ഡിസ്ട്രിക്ട് ലെവലിൽ പോകുന്നു, സ്റ്റേറ്റ് ലെവലിൽ പോകുന്നു, പത്രത്തിൽ ഫോട്ടോ വരുന്നു. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും ഞാൻ സിനിമയിലൊക്കെ ആണല്ലോ. അപ്പം എനിക്ക് ആദ്യമായിട്ട് ഡൗട്ട് തോന്നി എവിടെയാണെന്നറിയോ, ഇതിനൊക്കെ ശേഷം ചെറിയ ചെറിയ സീനുകളൊക്കെ നമുക്ക് പടങ്ങളിൽ കിട്ടി. ലാസ്റ്റ് നല്ല വേഷമൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാനും ബിബിനും കൂടി ഞങ്ങളെ വെച്ചിട്ട് തന്നെ എഴുതിയാൽ ചെയ്യാമെന്നൊരു നൗഫലൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി. അത് പിന്നെ സിനിമയായി സംഭവിച്ചു. അതാണ് നാദിഷിക്ക ചെയ്ത അമർ അക്ബർ അന്തോണി. അതിനുശേഷം കട്ടപ്പന. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലായി നമ്മളെന്തായാലും നായകനും. ഈ കട്ടപ്പന ഇറങ്ങി വൻ ഹിറ്റായി കഴിഞ്ഞിട്ട് ചില ഇൻ്റർവ്യൂവിൽ എന്നോട് ചില ആൾക്കാർ ചോദിച്ചു, എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സംശയം, അത്രയും പറ്റൂലാത്ത കാര്യമായിരുന്നോ?